ഹായ് ഓൾ, വെൽക്കം ടു ഇംഗ്ലീഷ് കെയർ. നമ്മളിപ്പോൾ ആർട്ടിക്കിൾസിനെ കുറിച്ചായിരുന്നു അല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി വേറൊരു കാര്യം ആർട്ടിക്കിൾസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നാലോ? കുറേ പേർക്ക് വിചാരമുണ്ട് ഈ വവ്വൽസ് ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോഴാണ് നമ്മൾ ആൻഡ് യൂസ് ചെയ്യേണ്ടത്. അതായത് വവ്വൽസ് ആയിട്ടുള്ള ഇപ്പോൾ എ ഇ ഐ ഒ യു ഇത് വെച്ചിട്ടുള്ള ആൾക്കാർ വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു വേർഡ്സ് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആൻഡ് യൂസ് ചെയ്യേണ്ടതും. കൺസണൻ്റ് ആയിട്ടുള്ള ലെറ്റേഴ്സ് വരുന്ന സമയത്താണ് നമ്മൾ എ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷെ അതിൽ ചെറിയൊരു തെറ്റുണ്ട്. എന്താണെന്ന് വെച്ചാൽ വവ്വൽ സൗണ്ട് വരുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ ആൻഡ് യൂസ് ചെയ്യേണ്ടത്. അല്ലാതെ വവ്വൽസ് ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോഴല്ല, വവ്വൽസ് ആയിട്ടുള്ള സൗണ്ട് വരുമ്പോൾ നമ്മൾ ആ വേർഡ് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് ഒരു വവ്വൽ ആയിട്ടുള്ള സൗണ്ട് ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആൻഡ് യൂസ് ചെയ്യണം. കൺസണൻ്റ് ആയിട്ടുള്ള സൗണ്ട് ആണ് വരുന്നതെങ്കിൽ നമ്മൾ എ യൂസ് ചെയ്യണം. അപ്പോൾ അത് എളുപ്പം മനസ്സിലാക്കാൻ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ അവനൊരു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റ് ആണ്. അപ്പം ഞാനിവിടെ പറഞ്ഞേക്കുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അവിടുത്തെ ഫസ്റ്റ് ലെറ്റർ എന്താണ്, യു ആണ്. അപ്പോൾ ഹീ ഈസ് ആൻ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റ് എന്നാണോ പറയണ്ടേ, അതോ ഹീ ഈസ് എ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റ് എന്നാണോ പറയണ്ടേ? കൂടുതൽ പേർക്കും അത് കൺഫ്യൂഷൻ വരാറുണ്ട്. ഹീ ഈസ് എ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റ് എന്നാണ് പറയേണ്ടത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റീൻ്റെ ഫസ്റ്റ് ലെറ്റർ യു ആണെങ്കിൽ പോലും നമ്മളിത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ വരുന്ന സൗണ്ട് വൈ ആണ്, യു എന്നുള്ളൊരു സൗണ്ടാണ് വരുന്നത്. അതായത് കൺസണൻ്റിൽ പെട്ട ഒരു സൗണ്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ കൺസണൻ്റിൽ പെട്ട സൗണ്ട് വരുന്നത് കൊണ്ട് നമ്മൾ അവിടെ എന്ത് വേണം യൂസ് ചെയ്യാൻ, എ വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ എങ്ങനെ പറയാം, ഹീ ഈസ് എ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ്, അല്ലെങ്കിൽ ഷീ ഈസ് എ യൂണിവേഴ്സിറ്റി പ്രൊഫസർ. അവളൊരു യൂണിവേഴ്സിറ്റി പ്രൊഫസറാന്ന് പറയാൻ ഷീ ഈസ് എ യൂണിവേഴ്സിറ്റി പ്രൊഫസർ എന്ന് പറയാം. ഈ സെയിം കേസ് വവൽസിൻ്റെ കാര്യത്തിലും വരാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവനൊരു ഓണസ്റ്റ് ആയിട്ടുള്ള ആളാണ്. ഇപ്പോൾ നമ്മൾ എങ്ങനെ പറയാം, ഹീ ഈസ് എ ഹോണസ്റ്റ് പേഴ്സൺ എന്നാണോ, ഹീ ഈസ് ആൻ ഓണസ്റ്റ് പേഴ്സൺ എന്നാണോ? ഏതായിരിക്കും കറക്റ്റായിട്ട് വരിക? അപ്പോഴും ചിലർക്ക് ഡൗട്ട് വരും, എച്ച് അല്ലേ വന്നത്, എച്ച് കൺസണിൽ പെടുന്ന ആളാണല്ലോ, കൺസൺ ലെറ്റേഴ്സിൽ വരുന്ന ആളാണല്ലോ, അപ്പം നമ്മൾ എ അല്ലേ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അത് ആക്ച്വലി തെറ്റാണ്. എച്ച് എന്നുള്ള, അതായത് ഓണസ്റ്റ് എന്നുള്ളതിൽ എച്ച് ആണ് സ്റ്റാർട്ടിങ് എങ്കിൽ പോലും എച്ച് സൈലൻ്റ് ആണ്. നമ്മൾ ഒ ആണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളവിടെ വരുന്ന സൗണ്ട് ഏത് സൗണ്ടാണ്, വവ്വൽ സൗണ്ട് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടേ, ആൻ വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ എങ്ങനെ പറയാം, ഹീ ഈസ് ആൻ ഓണസ്റ്റ് മാൻ, അല്ലെങ്കിൽ ഷീ ഈസ് ആൻ ഓണസ്റ്റ് വിമൻ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഈ കാര്യം എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് വവ്വൽ ആയിട്ടുള്ള ലെറ്റർ ആണോ എന്നല്ല നോക്കേണ്ടത്, വവ്വൽ ആയിട്ടുള്ള സൗണ്ട് ആണോ അല്ലെങ്കിൽ കൺസണൻ്റ് ആയിട്ടുള്ള സൗണ്ട് ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം എയും ആനും ശ്രദ്ധിച്ച് യൂസ് ചെയ്യാം. അപ്പം ഇനി മുതൽ എയും ആനും യൂസ് ചെയ്യുന്ന സമയത്ത് ഈ മിസ്റ്റേക്ക് വരുത്തരുത്. താങ്ക്